കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം സങ്കീർത്തന പുസ്തകം 61 അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗം. ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ, എന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കണമേ. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്റെ അത്യുന്നതനായ പാറയിലേക്ക് എന്നെ നടത്തണമേ. സങ്കീർത്തകനായ ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണാൻ കഴിയും. ദാവീദിന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ വേദനയുടെ വിഷമത്തിന്റെ സമയത്ത് നിന്നുകൊണ്ടാണ് ദാവീദ് ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്ന് പറഞ്ഞത്. ദാവീദിന്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കലേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്തേ ഉത്തരം കിട്ടാത്തത്, നമ്മൾ നിലവിളിച്ചിട്ട് എന്തേ മറുപടി കിട്ടാത്തത്. നമ്മൾ ഹൃദയം നുറുങ്ങി ഒന്ന് പ്രാർത്ഥിച്ചേ, മനസ്സുരുകി എന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ അത്ഭുതകരമായി ദൈവം ഇടപെടുന്നത് കാണാൻ കഴിയും. നമ്മുടെ ആവശ്യത്തിന് മധ്യയാണ് നമ്മൾ ഹൃദയം തുറന്ന് വിളിക്കുന്നത്. ബർത്തിമേയ എന്ന മനുഷ്യൻ ഹൃദയം തുറന്ന് വിളിച്ചപ്പോൾ അവന്റെ വിളിക്ക് ഉത്തരം കൊടുത്തൊരു കർത്താവ്. നമ്മൾ ഏത് അവസ്ഥയിലാണോ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്നത്, ആ അവസ്ഥയിൽ നമുക്ക് മറുപടി തരുന്ന ഒരു കർത്താവിനെ കാണാൻ കഴിയും. ഇവിടെ സങ്കീർത്തകനായ ദാവീദ് തന്റെ ജീവിതത്തിൽ തന്റെ മകനും തന്റെ ജീവിതത്തിൽ വന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. ഒരിക്കലും പതറിപ്പോകാത്ത ഒരു ദാവീദിനെ കാണാൻ കഴിയും. ആട്ടിടയനായിരുന്നു. ആടുകളെ പിടിക്കാൻ വന്ന സിംഹത്തെ വലിച്ചു കീറാൻ ഇടവന്നവനാണ് ദാവീദ്. കാരണം ദാവീദ് ഗോലിയാത്ത് എന്ന മല്ലനെ തകർത്ത് കളയുന്നവനായിരുന്നു ദാവീദ്. ഇവിടെ ദൈവശക്തിയുടെ ആ അനുഭവത്തെ അനുഭവിച്ച് കടന്നു പോകുന്ന ഒരു ദാവീദിനെ നമുക്ക് കണ്ടെങ്കിൽ, യേശുവിനെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരിക്കലും നിരാശ അനുഭവം ഉണ്ടാകില്ല. നിലവിളിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു പ്രാർത്ഥനാ അനുഭവം. പ്രിയമുള്ളവർ, ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക്, ആരിലേക്കാ? യേശു ക്രിസ്തുവിലേക്കുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. യേശുവിന്റെ സ്നേഹത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. യേശുവിന്റെ കൃപയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മളെ യേശു തന്റെ കൃപയിലേക്ക് കൊണ്ടുപോകും. ഈ കൃപാനുഭവം നമ്മൾ അനുഭവിച്ചാൽ ഒരിക്കലും നിരാശപ്പെടുകയില്ല. നമ്മൾ സന്തോഷിക്കും, കർത്താവിൽ ആനന്ദിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.